നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കേരളത്തിലെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തു നിന്നും ഒരുപാട് തവണ PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ളൊരു പോർഷനാണ് കേട്ടോ ഇത്. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും കേട്ട് നന്നായിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. നമുക്കങ്ങനെ കാണാതെ പഠിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവിടെ ഇല്ല. മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി നമുക്ക് കാര്യങ്ങളെ എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കൈപ്പാട് പാടങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഈ 3 ജില്ലകളാണ് കൈപ്പാട് പാടങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലകൾ. കൈപ്പാട് പാടങ്ങളിലെ കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത നെല്ലിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏഴോമാണ്. ഏതാണ്? ഏഴോ. കൈതച്ചക്ക ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? എറണാകുളമാണ്. കൈതച്ചക്ക എന്ന് പറയുമ്പോൾ പൈനാപ്പിൾ ആണ് കേട്ടോ. കാരണം കൈതച്ചക്ക എന്ന് പറഞ്ഞ് ചില ജില്ലകളിൽ കൈതച്ചക്ക എന്നല്ല പറയാറ്. അപ്പോൾ പൈനാപ്പിൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ്. കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. അപ്പോൾ കൈപ്പാട് പാടങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലകളാണ് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കൈപ്പാട് പാടങ്ങളിലെ കൃഷിക്കായിട്ട് വികസിപ്പിച്ചെടുത്ത നെല്ലിനമാണ് ഏഴോ. കൈതച്ചക്ക ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽപ്പാടങ്ങൾക്ക് പറയുന്ന പേരാണ് കോൾനിലങ്ങൾ. കോൾനിലങ്ങൾക്ക് പ്രശസ്തമായ കേരളത്തിലെ ജില്ലകളാണ് തൃശ്ശൂർ, മലപ്പുറം, അതുപോലെ തന്നെ ആലപ്പുഴയിലും കുട്ടനാട്ടിലുമുള്ള നെൽപ്പാടങ്ങൾക്ക് നമുക്ക് കോൾനിലങ്ങളുണ്ട്. പിന്നെ അടയ്ക്ക ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. അപ്പോൾ തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽപ്പാടങ്ങൾക്ക് പറയുന്ന പേരാണ് കോൾനിലങ്ങൾ. കോൾനിലങ്ങൾക്ക് പ്രശസ്തമായ കേരളത്തിലെ ജില്ലകളാണ് തൃശ്ശൂർ, മലപ്പുറം. അടയ്ക്ക ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. കാറ്റുവീഴ്ച ഏത് വിളയെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് തെങ്ങിനെയാണ് ബാധിക്കുന്നത്. നിലക്കടല കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിള തെങ്ങാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ധാന്യവിള നെല്ലാണ്. അപ്പോൾ എന്താണ്? കാറ്റുവീഴ്ച തെങ്ങിനെയാണ് ബാധിക്കുന്നത്. നിലക്കടല കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാണെന്ന് ചോദിച്ചാൽ അത് തെങ്ങാണ്. കാർഷിക വിളയാണ് കേട്ടോ, തെങ്ങ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ധാന്യവിളയാണ് നെല്ല്. ഇംഗ്ലീഷ് പട്ടാളത്തിന് ജോലി നൽകാനായിട്ട് വയനാട്ടിലെ കുന്നിൻ ചരിവുകളിൽ ആരംഭിച്ച കൃഷിയാണ് കാപ്പി കൃഷി. എന്താണ്? ഇംഗ്ലീഷ് പട്ടാളത്തിന് ജോലി നൽകാനായിട്ട് വയനാട്ടിലെ കുന്നിൻ ചരിവുകളിൽ ആരംഭിച്ച കൃഷിയാണ് കാപ്പി കൃഷി. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാടാണ്. അപ്പോൾ കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്. കേരളത്തിലെ പ്രധാന നാണ്യവിളയാണ് റബ്ബർ. കേരളത്തിലെ പ്രധാനപ്പെട്ട നാണ്യവിള ഏതാണ്? റബ്ബറാണ്. അപ്പോൾ ഇംഗ്ലീഷ് പട്ടാളത്തിന് ജോലി നൽകാനായി വയനാട്ടിലെ കുന്നിൻ ചരിവുകളിൽ ആരംഭിച്ച കൃഷിയാണ് കാപ്പി കൃഷി. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാടാണ്. കേരളത്തിലെ പ്രധാന നാണ്യവിളയാണ് റബ്ബർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാണെന്ന് ചോദിച്ചാൽ അത് തെങ്ങാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള തെങ്ങാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നവരയാണ്. വയനാട് ജില്ലയിലെ പരമ്പരാഗത സുഗന്ധ നെല്ലിനങ്ങളാണ് ഗന്ധകശാലയും ജീരകശാലയും. പൊക്കാളി ഏത് കാർഷിക വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നെല്ലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് തെങ്ങ്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് നവര. വയനാട് ജില്ലയിലെ പരമ്പരാഗത സുഗന്ധ നെല്ലിനമാണ് ഗന്ധകശാലയും ജീരകശാലയും. പൊക്കാളി ഏത് കാർഷിക വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പൊക്കാളി നെല്ലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പാലക്കാടൻ മട്ട ഏത് കാർഷിക വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പാലക്കാടൻ മട്ട നെല്ലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം പാലക്കാടൻ മട്ട അരി എന്നൊക്കെ കേൾക്കാറില്ലേ. പാലക്കാടൻ മട്ട നെല്ലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കിയാണ്. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായൊരു സ്ഥലമുണ്ട്, അതാണ് നെല്ലിയാമ്പതി. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി. കേരളത്തിൽ നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട്. അപ്പോൾ പാലക്കാടൻ മട്ട ഏത് കാർഷിക വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നെല്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി. കേരളത്തിൽ നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട്. സുഗന്ധവ്യഞ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? കുരുമുളകിനെയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലവുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് വയനാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമമാണ് ഉടുമ്പന്നൂർ. അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവാണ് കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയാണ് ഏലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് വയനാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമമാണ് ഉടുമ്പന്നൂർ. മഹാളി രോഗം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ മഹാളി രോഗം കവുങ്ങിനെയാണ് ബാധിക്കുന്നത്. കശുമാവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമേത്? കശുമാവ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനമാണ് ലാറ്ററൈറ്റ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ് കഞ്ഞിക്കുഴി. കേരളത്തിൽ റബ്ബർ കൃഷി ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. അപ്പോൾ എന്താണ് മഹാളി രോഗം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ കവുങ്ങിനെയാണ്. കശുമാവ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനമാണ് ലാറ്ററൈറ്റ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ് കഞ്ഞിക്കുഴി. കേരളത്തിൽ റബ്ബർ കൃഷി ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്. പടുവം എന്നറിയപ്പെടുന്ന നെൽവയലുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. ലോകത്ത് ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം കുരുമുളകാണ് പന്നിയൂർ 1. അപ്പോൾ എന്താണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ്. പടുവം എന്നറിയപ്പെടുന്ന നെൽവയലുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. ലോകത്ത് ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം കുരുമുളകാണ് പന്നിയൂർ 1. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഇത് വീണ്ടും വീണ്ടും കേട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ഇൻഫർമേറ്റീവായ കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.